സോ വെരി ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു സ്പാർട്ടൻസ്. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാം. സോ ഹിസ്റ്ററിയുടെ ഒരു ഗുഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹാവിംഗ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ സബ്ജക്ട് വിൽ ബി ഡിസ്കസിംഗ് സ്റ്റോണേജ് ഫോർ ടുഡേ. എന്നിട്ട് കുറച്ച് ടാസ്കുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് നൽകുന്ന ടാസ്കുകൾ വളരെ കൃത്യമായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഡെഫിനറ്റ്ലി വിൽ ബി ഹാവിംഗ് വാട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഷെഡ്യൂൾ ഓഫ് ലേണിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ആഫ്റ്റർ ഹാവിംഗ് സം ക്ലാസ്സസ്, കാരണം സം ക്ലാസ്സസ് കൂടെ ആകുമ്പോഴാണ് റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് വിൽ ബി ജോയിൻ, റൈറ്റ്? സോ വി കൻ സ്റ്റാർട്ട് വിത്ത് അവർ സോ ഫാർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആൻഡ് വിൽ ബി ഹാവിംഗ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ റിഗാർഡിംഗ് ദ സബ്ജക്ട്. അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, മിഡീവൽ ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്. ദർ ആർ ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ഇതിന്റെ കൂട്ടത്തില് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒന്നാണ് ദ കൾച്ചർ. ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലെ കുറച്ചൊരു കൾച്ചറൽ പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പൊ എന്താണ് കൾച്ചർ എന്നുള്ളത് കൂടെ ഞാൻ ഇന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഷ്യന്റിൽ നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്. തിങ്ക് ലൈക്ക് യു ആർ ലേണിംഗ് വൺ പെർട്ടിക്കുലർ ടോപ്പിക്. അപ്പൊ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, യെസ്, ആൻഷ്യന്റിലെ കൾച്ചറൽ പോർഷൻ ഇന്നതാണ് എന്നുള്ളൊരു പിടുത്തം നമുക്ക് കിട്ടും. സെയിം ഈസ് ഗോയിങ് ടു അപ്ലൈ ഫോർ മിഡീവൽ. അപ്പൊ ആൻഷ്യന്റിലും മിഡീവലാണ് നമുക്ക് കൾച്ചർ 90% ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്. ബാക്കി മോഡേണിൽ കൾച്ചർ ഇല്ല എന്നല്ല, മോഡേണിൽ എവറിത്തിങ് വി ആർ അസോസിയേറ്റിംഗ് വിത്ത് സംതിങ് കോൾഡ് ആസ് ഫ്രീഡം മൂവ്മെന്റ്. സോ അങ്ങനത്തെ ലേണിംഗ് പ്രോസസ്സും സിസ്റ്റം ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി. ഓക്കെ, സോ വി ആർ ഹാവിംഗ് വാട്ട് ആൻഷ്യന്റ്, മിഡീവൽ, ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അതിന്റെ കൂട്ടത്തിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്ലൈനും ലേണിംഗ് സിസ്റ്റം ഞാൻ പറഞ്ഞുതരും. അപ്പൊ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നോടിയായിട്ട് ഹൗ വിൽ ബി ലേണിംഗ് എന്നുള്ളതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. പല രീതിയിൽ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. സിംപ്ലി ഒരു ക്ലാസ് പോലും കേൾക്കാതെ പുസ്തകം മാത്രം ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിലോ മറ്റു ഫ്രീ റിസോഴ്സസ് കേൾക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം. ഇങ്ങനെ ക്ലാസ്സുകൾ കേട്ടിട്ടും വായിച്ചിട്ടും ചെയ്യുന്ന രീതിയുണ്ട്. ഞാൻ അതല്ല നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത്, ഞാൻ നിങ്ങൾക്ക് അതല്ല സജസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സംതിങ് ഈസ് ഗോയിങ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ഡിഫറൻസ് ഇൻ അവർ ലേണിംഗ് സിസ്റ്റം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു ഹാവ് ടു ഹാവ് എ സ്ട്രോങ് ലേണിംഗ്. ആ സ്ട്രോങ് ലേണിങ്ങിന് നമ്മൾ കുറച്ചുകൂടെ ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ടാസ്ക് ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കോമ്പണൻസ് ഒന്ന് വിൽ ബി ഹാവിംഗ് മാപ്പ് ബേസ്ഡ് ലേണിംഗ്. So if you are learning one particular topic, we'll be trying to integrate that topic in the map of the country. നമ്മൾ ഇങ്ങനത്തെ ഒരു മാപ്പ് വരും, പഠിക്കാൻ വേണ്ടി നമ്മൾ ഈ മാപ്പ് വരും. എന്നിട്ട് നമ്മളിപ്പോൾ ഒരു ലൊക്കേഷന്റെ പേര് പറയുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ബിംബ എടുക്കുക. വിൽ ബി ജസ്റ്റ് ട്രൈങ് ടു ഐഡന്റിഫൈ ദാറ്റ് മാപ്പ് സൈറ്റ് ഇൻ ദിസ് പെർട്ടിക്കുലർ മാപ്പ് ആൻഡ് വിൽ ബി ലാബറിംഗ് ബിംബ എടുക്കുക. എന്നിട്ട് അതിന്റെ ഫർദർ ഫീച്ചേഴ്സ് താഴെ എഴുതി വെക്കും. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഉള്ളത്. അപ്പൊ മധ്യപ്രദേശിൽ ഏകദേശം ഒരു മാപ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും. എന്നിട്ട് അതിന്റെ ഫീച്ചർ എന്താണെന്നുള്ളത് കൂടെ ഇവിടെ എഴുതാൻ വേണ്ടി പറ്റുമ്പോൾ നമ്മുടെ നോട്ടും നമ്മുടെ ലേണിംഗ് സിസ്റ്റം കുറച്ചുകൂടെ നന്നാവും. ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന PPT എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് ഫോർ എ റെഫറൻസ് ആൻഡ് ജസ്റ്റ് ഫോർ ടീച്ചിങ് യു ഇൻ ദ ക്ലാസ് റൂം. അതിനേക്കാൾ അപ്പുറത്തോട്ട് യു ഷുഡ് ഗോ വിത്ത് വൺ പെർട്ടിക്കുലർ നോട്ട്ബുക്ക്. ഒരു ഡെഡിക്കേറ്റഡ് ആയ നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഉണ്ടാവണം. ഹോപ്പ് യു ഗൈസ് ഹാവ് ഇറ്റ്. ചിലപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലോ മുമ്പ് പഠിച്ചിട്ടുള്ള ലേണിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു നോട്ട്ബുക്ക് നമുക്ക് ഉണ്ടായേക്കാം. അത് അവിടെ നിന്നോട്ടെ, ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രഷ് ആയിട്ട് ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. ആ നോട്ട്ബുക്കിൽ നമ്മൾ എടുക്കുന്ന ഒരു 10-30 ക്ലാസ്സസ് ഉണ്ടാവും ഇൻ ടോട്ടൽ ആൻഡ് വിൽ ബി കവറിംഗ് ഇൻ 2 months. ഈ 10-30 ക്ലാസ്സുകളിലൂടെ വിൽ ബി ഹാവിങ് എ സ്ട്രോങ് ലേണിംഗ്. അതിന്റെ ടാസ്ക് ഉണ്ടാവും. ഓരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ടാസ്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കണം. നോട്ട്സ് നിങ്ങൾക്ക് ഒന്നും ക്ലാസിന്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ അപ്പൊ തന്നെ എഴുതാൻ വേണ്ടി പറയും. എസ്പെഷ്യലി വെൻ ഐ എം ഗോയിങ് ടു ഹാവ് എ ഡ്രോയിങ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. അതേ സമയത്ത് ബാക്കിയുള്ള പോർഷൻസ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിന് അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കി PPT കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള പോയിന്റ്സ് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ക്ലാസിന്റെ ഭാഗമായിട്ട് തന്നെ എഴുതിയെടുക്കുക. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ ദാറ്റ് വിൽ ബി അവർ അപ്രോച്ച്. ഫസ്റ്റ് വൺ വിൽ ബി ഹാവിംഗ് മാപ്പ് ബേസ്ഡ് ലേണിംഗ്. ദെൻ ഓരോ പീരീഡിന്റെയും നിങ്ങൾ പഠിക്കേണ്ടത് നേച്ചറും സിഗ്നിഫിക്കൻസ്. ഇതിനാണ് ഹൈലൈറ്റ് കൊടുക്കേണ്ടത്. ഇതിന് ഹൈലൈറ്റ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ മെയിൻസ് പോലെ റൈറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന എക്സാം അല്ലെ, മെയിൻസ് റൈറ്റിംഗും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അവിടെ നമുക്ക് കോൺസെപ്റ്റും സിഗ്നിഫിക്കൻസും മനസ്സിലായിട്ടില്ലെങ്കിൽ വി കനോട്ട് റീപ്രൊഡ്യൂസ്. അതാണ് പ്രശ്നം.
സോ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി, അതുപോലെ മെയിൻസ് ആൻസർ റൈറ്റിംഗ്, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഓരോ പീരീഡിന്റെയും നേച്ചറും സിഗ്നിഫിക്കൻസും മനസ്സിലാകും. പിന്നെ NCERT പോയിന്റ്സിന്റെ ഒരു ഇന്റഗ്രേഷനോടെ നമുക്ക് ചെറുതായിട്ട് നടത്തിയാൽ മതി, വലിയ രീതിയിൽ നടത്തണ്ട. കാരണം ഓൾറെഡി നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് നല്ലൊരു ശതമാനം നിങ്ങൾ കവർ ചെയ്യും. ബാക്കിയുള്ളത് ജസ്റ്റ് റിവൈസിങ് ടൂൾ ആയിട്ട് മാത്രം കണക്കാക്കാം. ഓക്കെ, ദെൻ റിവൈസ് ദ നോട്ട് ആൻഡ് പ്രാക്ടീസ്, മീനിങ് വാട്ട് യു ഹാവ് ടു ഡു MCQs ആസ് വെൽ ആസ് മെയിൻസ് ആൻസർ റൈറ്റ്. ഇങ്ങനെയുള്ള ഒരു ടോട്ടൽ കോംപ്രഹെൻസീവ് ലേണിംഗ് ആണ് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പ്ലസ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് വിൽ ബി അവർ അപ്രോച്ച്. ഇതാണ് നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തിന്റെ മെത്തേഡ്. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? Is that clear, guys? Give me a response in between so that I'll be so blessed to give more insights. Now, how we are going to integrate culture? കൾച്ചർ ഞാൻ പറയല്ലേ, കൾച്ചർ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. കൾച്ചറിന് വേണ്ടി മാത്രം 19 മണിക്കൂർ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവില്ല. ബെനിഫിറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കൾച്ചറിൽ നിങ്ങൾ ഒന്നാമത്തെ കാര്യം that should be integrated with ancient and medieval learning. ഇത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഞാൻ പഠിപ്പിച്ചു തരും. രണ്ടാമത്തത്, നിങ്ങൾ കൾച്ചറിൽ വരുന്ന ടോപ്പിക്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. കൾച്ചറിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്? ജസ്റ്റ് ഡു കമന്റ് ഇറ്റ് ഗൈസ്. കൾച്ചറിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണ് വരുന്നത്? ഗിവ് മി എ ബ്രോഡ് ഐഡിയ. ഒരു ബ്രോഡ് ഐഡിയ എന്നതാണ്. Yeah, students are commenting like painting, architecture, art forms, architecture, painting, sculpture, literature, architecture, mural, sculpture, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ഞാനിപ്പോ പറഞ്ഞുതരാം. റെസ്റ്റ് ഓഫ് ദ തിങ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിറ്റിക്കൽ വീഡിയോ വേറെ ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പൊ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇതിൽ 3 കാറ്റഗറിയാണ് വരുന്നത്: ആർട്ട്, ലിറ്ററേച്ചർ, ദെൻ ആർക്കിടെക്ചർ. ഈ 3 കോമ്പണൻസ് ആണ് വരുന്നത്. ആർട്ട് എന്ന് പറയുമ്പോൾ അതിലാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന പെയിന്റിങ് വരുന്നത്, മ്യൂസിക് വരുന്നത്. ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴാണ് റിലീജിയസ് ലിറ്ററേച്ചറും ആസ് വെൽ ആസ് അതർ ലിറ്ററേച്ചറും സെക്യുലർ ലിറ്ററേച്ചറും ഒക്കെ വരുന്നത്. ആർക്കിടെക്ചറിലാണ് ടെമ്പിൾ ആർക്കിടെക്ചർ, ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ, ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ഇങ്ങനത്തെ പോർഷൻസ് വരുന്നത്. സോ നിങ്ങളുടെ മെയിൻ ടോപ്പിക് ഇത് 3 ആണ്: ആർട്ട്, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ. We'll be having a separate video regarding what is culture study for UPSC. Okay, അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. Got somewhat idea? ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ആൻഷ്യന്റ് ആൻഡ് മെഡീവൽ ലേണിംഗിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളും വ്യക്തതയോടെ കൃത്യതയോടെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. That we are going to do. So this is just an idea how we are going to proceed with our learning system. ഇത് ഓക്കെ ആണോ? ദിസ് ഈസ് ദ അപ്രോച്ച്. ഈ അപ്രോച്ച് എന്തിനാണോ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡിലൂടെ നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം എ ഗുഡ് ക്വാളിറ്റി ഓഫ് ടൈം. അപ്പോഴാണ് നിങ്ങൾക്ക് എഫക്റ്റീവ് റിട്ടേൺ ഉണ്ടാവുള്ളൂ. ഐ സ്റ്റിൽ റിമെമ്പർ UPSC 2025 പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 2-3 സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയച്ചതിലെ കോണ്ടന്റ്, സാറ് ക്ലാസ്സിൽ എടുത്തിരുന്ന ആ രീതി എനിക്ക് ഓട്ടോമാറ്റിക്കലി എക്സാം ഹാളിൽ ഇരുന്ന് ഓർമ്മിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് മഹേന്ദ്രവർമ്മൻ ആവട്ടെ, അറഗട്ട എന്ന് പറയുന്ന നമ്മളുടെ പേർഷ്യൻ വീലാവട്ടെ, ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ എടുത്തിരുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ മെത്തേഡിന് കുറച്ച് സിഗ്നിഫിക്കൻസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ അപ്രോച്ചിലായിരിക്കും നമ്മുടെ ലേണിംഗ് സിസ്റ്റം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞത്. ഹോപ്പ് ദ ഇൻട്രൊഡക്ഷൻ ഈസ് ക്ലിയർ. ഓക്കെ, ഫൈൻ. നൗ നിങ്ങൾ ഇത് എഴുതിയോ? ഇത് എഴുതിയിട്ടില്ലെങ്കിൽ ഈ കൾച്ചറിന്റെ ഭാഗം എഴുതി വെക്കണേ. ഒരു ബേസിക് ഐഡിയയിൽ ഇത് എഴുതി വെക്കണം. ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൾച്ചറിന്റെ ഭാഗം നിങ്ങൾ ഫസ്റ്റ് പേജിൽ എഴുതേണ്ട അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്
ലേണിംഗ് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് വേണം അത് കൊടുക്കാൻ. അപ്പൊ ആ അപ്രോച്ചിന്റെ ഭാഗത്തിൽ കൾച്ചർ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഈ 2 പോയിന്റ്സ് മാത്രം ഒന്ന് എഴുതി വെക്കാം. ബാക്കി കൾച്ചറിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഇൻ വിച്ച് ഐ വിൽ ബി കവറിംഗ് വാട്ട് റെസ്റ്റ് ഓഫ് ദ തിങ്സ്. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡൺ എന്നൊന്ന് കമന്റ് ചെയ്യൂ, സോ ദാറ്റ് ഐ കൻ പ്രൊസീഡ് അക്കോർഡിംഗ്ലി. ഈ കൾച്ചറിന്റെ ഭാഗം മാത്രം. ഓക്കെ, എന്നിട്ട് കുറച്ച് സ്പേസ് വിടുക, കാരണം കൾച്ചറിന്റെ ഞാൻ പറഞ്ഞില്ലേ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കൾച്ചറിൽ എന്തൊക്കെ കോമ്പണൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ അത് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ കൾച്ചറിന്റെ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്ലിയർ? നൗ ഡിസ്കസിങ് ഫർദർ. നമുക്കിവിടെ 3 കോമ്പണൻസ് ആണുള്ളത്, ആൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ. ആൻഡ് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ആൻഷ്യന്റ് ഇന്ത്യ. സോ ആൻഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ പഠിക്കാനാണ്? ഡെഫിനറ്റ്ലി യു ഗൈസ് നോ സംതിങ്. ആൻഷ്യന്റ് ഇന്ത്യയിൽ നിങ്ങൾ കേട്ടുള്ള പല സംഗതികളുണ്ട്. ഞാൻ അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ ഒരു ടോപ്പിക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പേരുകൾ മാത്രം പറഞ്ഞു പോകാം. ഒന്ന് നോക്കിക്കേ, സ്റ്റോൺ ഏജ്, ദെൻ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ, വേദിക് കൾച്ചർ, ബുദ്ധിസം ആൻഡ് ജൈനിസം, മഹാജനപദാസ്, മൗര്യൻ എംപയർ, പോസ്റ്റ് മൗര്യൻ പീരിയഡ്, ഗുപ്ത ആൻഡ് പോസ്റ്റ് ഗുപ്ത പീരിയഡ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ബേസിക്കലി എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ ഈ ടോപ്പിക്കുകൾ തമ്മിൽ റിലേഷൻഷിപ്പ് എന്താണ്, എന്തിനു നമ്മളിത് പഠിക്കണം തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഡിസ്കഷന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിന്റെ ഒരു ഇൻസൈറ്റ് ആണ് അടുത്തൊരു 1/2 മണിക്കൂർ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ബേ വിത്ത് മീ ആൻഡ് വിൽ ബി ഹാവിങ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ എന്താണ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ give the heading outline to ancient Indian history. Outline. നമ്മൾ ഔട്ട്ലൈൻ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. ഔട്ട്ലൈൻ ഫ്രെയിം വർക്ക്. അതിൽ നോക്കിക്കേ, സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ചിത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കും. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന ചിത്രം ഒന്ന് നോക്കി നോക്കും. വേദിക് കൾച്ചർ നോക്കി നോക്കുക. ബുദ്ധിസം ജൈനിസം നോക്കുക. ചിത്രം നോക്കിയാൽ മതി, നിങ്ങൾ അതൊന്ന് ഫീൽ ചെയ്യിപ്പിക്കുകയാണ് ഞാൻ. മഹാജനപദാസ് എന്ന് പറയുന്ന മാപ്പ് നോക്കിക്കേ, ആൻഡ് മൗര്യൻ എംപയർ, ദെൻ പോസ്റ്റ് മൗര്യൻ പീരിയഡ്, ഗുപ്ത എംപയർ. ഇങ്ങനെ ഏകദേശം നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും ഡെവലപ്മെന്റ്സും ഒരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഈ ജനറൽ ഐഡിയ ഞാൻ എന്ത് ചെയ്യണം, ഐ ഗോയിങ് ടു ജസ്റ്റ് ചേഞ്ച്. അതാണ് ഇനി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആസ് പാർട്ട് ഓഫ് ദാറ്റ് ഐ വിൽ ബി ഹാവിങ് സം വെരി ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. ഓക്കെ, സോ ആ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നടത്താണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഈ ഒരു ലേണിംഗ് സിസ്റ്റം ആസ് സച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഐ വിൽ ബി ഹാവിങ് എ ക്വിക്ക് ഐഡിയ, നിങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതാണ് ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. സോ അതുകൂടെ ഒന്ന് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്, ഒന്ന് നമ്മുടെ ലേണിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലെറ്റ് മീ റീഷെയർ ദ സ്ക്രീൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളുടെ ചരിത്രം ആരംഭിക്കുന്നതിന്റെ ബേസിക് ആണ് ഇത്. ഞാൻ എഴുതിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഐ റിപ്പീറ്റ് ദാറ്റ്, ഞാൻ എഴുതിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. കാരണം നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഈ കാണുന്ന ഒരൊറ്റ സിംഗിൾ സ്ലൈഡിൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. വിൽ ബി ഹാവ് പാർട്ട് വൈസ് 3 പാർട്ടാക്കിയിട്ടാണ് ഞാൻ ഇത് നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ടേം ആണ് വാട്ട് യു മീൻ ബൈ പ്രീ ഹിസ്റ്റോറിക്. സോ ഇവിടെ ഒരു വാക്കുണ്ട്, ഹിസ്റ്റോറിക്. ഹിസ്റ്റോറിക് പറഞ്ഞ ചരിത്രം എന്നാണ് അർത്ഥം. വാട്ട് യു മീൻ ബൈ പ്രീ മീനിങ് സംതിങ് ബിഫോർ ദ ഹിസ്റ്ററി എന്നുള്ളതാണ്. സോ പ്രീ ഹിയർ മീനിങ് വാട്ട്, ബിഫോർ ഹിസ്റ്ററി റിട്ടേൺ. ബിഫോർ റിട്ടേൺ ഹിസ്റ്ററി. ചരിത്രം പലപ്പോഴും എഴുതാറുണ്ട് അല്ലെ. അപ്പൊ റിട്ടേൺ ഹിസ്റ്ററിയുടെ ഒരു പീരീഡിന്റെ മുന്നോടിയായിട്ടുള്ള കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുന്നത്. ഫസ്റ്റിലൂടെ ഈ പ്രീ ഹിസ്റ്റോറിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല. എഴുതപ്പെടാത്ത നമ്മുടെ പ്രശ്നമാണോ, ഏത് ഭാഗമാണ് എഴുതപ്പെടാത്തത്? അങ്ങനെയല്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹം വസിച്ചിട്ടുണ്ടായിരുന്നു. They lived there, but they didn't write anything about them. ആ ഒരു പീരീഡിനെയാണ് പ്രീ ഹിസ്റ്റോറിക് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് പ്രീ ഹിസ്റ്റോറിക് അതർവൈസ് കോൾഡ് ആസ് there is no literature. സോ ലിറ്ററേച്ചർ ഇല്ലാത്തൊരു പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റോൺ ഏജ്. Now what do you mean by Stone Age?
For the day-to-day purpose of the life, for the day-to-day purpose of the life, they use stone tools. ഒരു കാലഘട്ടത്തിന്റെ, ഒരു മനുഷ്യ സമൂഹത്തിന്റെ, ഒരു സിവിലൈസേഷന്റെ, ഒരു കൾച്ചറിന്റെ ചരിത്രം പറയുന്നത് എന്താണ്? സ്റ്റോൺ ടൂൾസ് ആണ്. ആ കാലഘട്ടത്തിലെ ജനത ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റോൺ ടൂൾസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, സ്റ്റോൺസിന്റെ ടൈപ്പും യൂസും മനസ്സിലാക്കിയിട്ട് ഇവർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്ന ഒരു പീരീഡാണ് സ്റ്റോൺ ഏജ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഹിസ്റ്റോറിക്, മീനിങ് ബട്ട് ദർ ഈസ് നോ റിട്ടൺ ഹിസ്റ്ററി അബൌട്ട് ദം. അവരുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരു ചരിത്രം എഴുതിയിട്ടില്ല, മറിച്ച് എന്താണ്, അവര് സ്റ്റോൺസ് ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിനുള്ള അവരെ കുറിച്ചുള്ള എവിഡൻസുകൾ എവിടുന്നാണ് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ദ എവിഡൻസസ് ഫ്രം വേർ? ഒന്ന്, സ്റ്റോൺ ടൂൾസ്. രണ്ട്, അവരുടെ ചില പ്രധാനപ്പെട്ട പെയിന്റിങ്സ് ഉണ്ട്. വാട്ട് കൈൻഡ് ഓഫ് പെയിന്റിങ്സ്? ദേ ആർ കോൾഡ് ആസ് കേവ് പെയിന്റിങ്സ്. അപ്പൊ സ്റ്റോൺ ടൂൾസ്, കേവ് പെയിന്റിങ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ആൻഡ് നോട്ട് ദാറ്റ് ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററി പീരീഡ്. ഇറ്റ്സ് ദ ലാർജസ്റ്റ് ഹ്യൂമൻ ഹിസ്റ്ററി പീരീഡ്. നമ്മൾ ഇപ്പോ മനുഷ്യൻ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുള്ള ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 5000 വർഷമായിരുന്നു. പക്ഷെ ഭൂമി ഉണ്ടായിട്ട് 20 വർഷങ്ങളായിട്ടുണ്ട്. അപ്പൊ ആ 20 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യൻ ഉണ്ടായിട്ട് ഏകദേശം 2 മില്യൺ അറൗണ്ട്, അല്ലെങ്കിൽ ഒരു 1,00,000 വർഷമായിട്ടുണ്ട്. 1,00,000-ൽ നിന്ന് 5000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 95 ലക്ഷമുള്ള പീരീഡ് എന്താണ്? ദാറ്റ് ഈസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. സോ സ്റ്റോൺ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റോൺ ഏജിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സ്റ്റോൺ ഏജ് തന്നെ പല വിധത്തിലുണ്ട്, ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഡിഫറെന്റ് പീരീഡ്സ് ക്ലാസിഫിക്കേഷൻ. എന്തൊക്കെയാണ് വരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ദ ഓൾഡ് സ്റ്റോൺ ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ്. ആ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷനിലെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന നിയോലിത്തിക് പീരീഡ് എന്നുള്ളത്. വാട്ട് യു മീൻ ബൈ നിയോലിത്തിക്? ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസ്കഷനിൽ വരും കേട്ടോ, ഞാൻ ഒരു ഐഡിയ തരാണ്. നിയോലിത്തിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ന്യൂ സ്റ്റോൺ എന്നാണ് അർത്ഥം, ന്യൂ സ്റ്റോൺ ഏജ്. സോ ന്യൂ പോളിഷ്ഡ് ആയിട്ടുള്ള സ്റ്റോണുകൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ പീരീഡാണ്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് there happened agricultural revolution during this period. What will happen? Agricultural revolution. കൃഷിയിൽ റവല്യൂഷൻ സംഭവിച്ചു. ഇതിന്റെ ഇമ്പാക്ട് എന്താ? ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എൻഷുർഡ് ദ ഫുഡ് സെക്യൂരിറ്റി. ഇത്രയും കാലം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വാട്ട് വി വിൽ ബി ഡൂയിങ് ഫോർ അവർ ഡേ ടു ഡേ ഫുഡ് ഹാബിറ്റ്. നമുക്ക് പലപ്പോഴും ഉണ്ട്, ഇന്ന് എന്താ കഴിക്കുക എന്നൊരു ചോദ്യം ഉണ്ടാവും. അത് ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് എന്ത് കഴിക്കണമെന്ന് അറിയാത്തത് കൊണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഉണ്ടാകുമായിരുന്നില്ല. ദേ ഹാവ് ടു ഈറ്റ് സം കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് ആസ് വെൽ ആസ് ദേ ഹാവ് ടു ഹണ്ട് ദ ആനിമൽസ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിയോലിത്തിക് എത്തിയപ്പോൾ ദേ ആർ ഗോയിങ് ടു പ്രാക്ടീസ് വാട്ട്? അഗ്രികൾച്ചർ. അത് ഫുഡ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്തു. ദെൻ ഒരു സെറ്റിൽഡ് ലൈഫ് അല്ലെങ്കിൽ വില്ലേജസ്. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളരാൻ വേണ്ടി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് നിയോലിത്തിക്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന മനുഷ്യന്റെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റൈൽ നിയോലിത്തിക് കാലഘട്ടം മുതൽക്ക് ഉണ്ടായത് ഒന്നാണെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ചാല് ഫുഡ് സെക്യൂരിറ്റി ആയി. അപ്പൊ ഇനി പല ആൾക്കാർക്കും എന്ത് വേണ്ട, ഇനി എല്ലാവരും ഫുഡ് അന്വേഷിച്ച് നടക്കണ്ട. സോ സ്വാഭാവികമായിട്ടും എല്ലാവരും ഇനി ഫുഡ് അന്വേഷിച്ച് നടക്കാത്തത് കൊണ്ട് തന്നെ there is going to have something called as diversification. Diversification of jobs. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പണ്ട് എല്ലാവരും ഫുഡിന് വേണ്ടി നടന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ്. ലൈക്ക് വി ആസ് എ കമ്മ്യൂണിറ്റി ഓഫ് 100 people will be totally focusing for food production, food gathering. പക്ഷെ ഇപ്പോ കൃഷി നടക്കുന്നത് കൊണ്ട് തന്നെ ഫുഡ് സെക്യൂരിറ്റി ഉണ്ട്, ഫുഡിൽ സർപ്ലസ് ഉണ്ട്. അപ്പൊ 100-ൽ ഇനി 20 പേര് മാത്രം കൃഷി ചെയ്താൽ മതി, ബാക്കി 80 പേർക്കും ദേ ക്യാൻ ഡു അതർ ആക്ടിവിറ്റീസ് ലൈക്ക് ഹണ്ടിങ്ങിന് പോകാം, ഫിഷിങ്ങിന് പോകാം, അങ്ങനെ കുറെ ആക്ടിവിറ്റീസിന് പോകുന്നുണ്ട്.
ദാറ്റ് ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ജോബ്സ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ജോബ്സ് സംഭവിച്ചപ്പോഴാണ് പല കാര്യങ്ങളോട്ടും എക്കണോമിക് ആക്ടിവിറ്റി എന്ന രീതിയിൽ, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നതിനേക്കാൾ ലൈഫ് സ്റ്റൈൽ ആക്ടിവിറ്റി മാറുന്നത്. എന്നിട്ട് ദേ ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഫസ്റ്റ് മെറ്റൽ. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാ? എനിവൺ? You guys are commenting like bronze. It's not bronze. മനുഷ്യനാണ് കുറെ ആൾക്കാർ ഇങ്ങനെ പല ആക്ടിവിറ്റീസിലായപ്പോ കുറച്ച് ആൾക്കാർ ഈ കല്ലിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കൃഷി നന്നാക്കും എന്ന് കരുതിയിട്ട് അവരെന്ത് ചെയ്തു? റിസർച്ചിലോട്ട് പോകും. അങ്ങനെ റിസർച്ച് നടത്തിയിട്ട് റിസർച്ച് നടത്താന്ന് പറഞ്ഞാൽ അവർ കുറച്ചുകൂടെ എന്ത് ചെയ്യാണ്, കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയിട്ട് അവർ അവസാനം ഫസ്റ്റ് മെറ്റൽ കണ്ടെത്തി. ആൻഡ് ദ ഫസ്റ്റ് മെറ്റൽ ഈസ് നൺ അതർ ദാൻ കോപ്പർ. കോപ്പറാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. So here starts with what? Metal age. അപ്പൊ ഇത്രയും കാലം നോക്കിക്കേ നിങ്ങൾ എന്താ ഉണ്ടായിരുന്നത്? ഇത്രയും കാലം ഉണ്ടായിരുന്നത് none other than Stone Age ആണ്. ഇത്രയും കാലം ഉണ്ടായിരുന്നത് Stone Age ആണ്. പക്ഷെ അതേ സമയത്ത് what we have now, we are having Metal Age. അങ്ങനെ ഈ മെറ്റൽ ഏജ് കാര്യങ്ങളും വന്നു എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഈസ് ദാറ്റ് ക്ലിയർ? എങ്ങനെയാണ് ഇത് സംഭവിച്ചെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ഒരു സ്റ്റോൺ ഏജിൽ നിന്നും എങ്ങനെയാണ് മെറ്റൽ ഏജിലോട്ടുള്ള ട്രാൻസാക്ഷൻ സംഭവിച്ചത്? അപ്പൊ മെറ്റൽ കണ്ടെത്തിയപ്പോൾ, കോപ്പർ കണ്ടെത്തിയപ്പോൾ കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ഒരു ടൂൾസും കാര്യങ്ങളും വെച്ചിട്ട് അവർക്ക് അവരുടെ ഒരു എക്കണോമിക് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി പറ്റി. This is the basic idea of evolution of man from the Stone Age to Metal Age. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ ഗൈസ്. പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. കഴിഞ്ഞിട്ട് നിങ്ങൾ അറിയിക്കാം കേട്ടോ. If you have any doubt, please ask. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ ഡിസ്കഷൻ തന്നെ ഈ സ്റ്റോൺ ഏജിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ.
അപ്പൊ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം വിൽ ബി ഡിസ്കസിങ് പാലിയോലിത്തിക്കൽ എന്തൊക്കെയാണ്, മെസോൽ എന്തൊക്കെയാണ്, നിയോൽ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട സൈറ്റുകൾ എന്തൊക്കെയാണ്, എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് വരുന്നുണ്ട്. ബിഫോർ ദാറ്റ് വി ആർ ജസ്റ്റ് ഡൂയിങ് വാട്ട് എ ജനറൽ ഔട്ട്ലൈൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, so I'm just erasing this one. Now, so നമ്മൾ എന്ത് ചെയ്തു? ഒരു മെറ്റലേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? മെറ്റലേജിലോട്ട് എത്തി. ഫ്രം വേർ? സ്റ്റോൺ ഏജ്. നിങ്ങൾക്ക് എഴുത്ത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ സ്റ്റോൺ ഏജിൽ നിന്നും മെറ്റലേജിലോട്ട് എത്തി. ഈ മെറ്റലേജിലോട്ട് എത്തുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മെറ്റലേജിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ദ ഫസ്റ്റ് വൺ വാസ് കോപ്പർ. കോപ്പറിന് ശേഷം വാട്ട് വി ഹാവ്? അതർ അലോയ്സ് ലൈക്ക് ടിന്ന് കേട്ടിട്ടുണ്ട് നിങ്ങൾ, സിങ്ക് കേട്ടിട്ടില്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് കോപ്പർ പ്ലസ് ടിന്ന് ഇതൊക്കെ മിക്സ് ചെയ്തപ്പോ, കോപ്പർ പ്ലസ് ടിന്ന് ഇത് മിക്സ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നാണ് എന്ത്? ദാറ്റ് ഈസ് ബ്രോൺസ്. അങ്ങനെ ബ്രോൺസ് എത്തി. അതായത് കോപ്പർ എന്ന് പറയുന്ന ഈ ഒരു പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാൽക്കോലിത്തിക്. എന്താണ്? കാൽക്കോലിത്തിക്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ച് മുമ്പ് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ ഈ കോപ്പർ ഏജിൽ നിന്നും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് എന്ത്? ബ്രോൺസ് എന്ന് പറയുന്ന ഒരു പീരീഡ്. ബ്രോൺസ് എന്ന് പറയുന്ന ഒരു പീരീഡ്. ഈ ബ്രോൺസ് ഒക്കെ നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ് ഇന്ത്യയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കാനും പോകുന്നത്. അതായത് മെറ്റൽ ഏജ് ആയിട്ടുള്ള ഒരു കോപ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അതർ മെറ്റൽ അലോയ്സും കാര്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് അത് ഇതൊക്കെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കെമിക്കൽ റിയാക്ഷനും കെമിക്കൽ എഫക്റ്റ് നടത്തി അവസാനം ഇവർക്ക് കോപ്പറിനേക്കാളും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒന്ന് എന്താണ്? ബ്രോൺസ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ആദ്യം കോപ്പർ, അതിനേക്കാൾ പവർഫുൾ ആയിട്ട് ബ്രോൺസ് എത്തി. അപ്പൊ ബ്രോൺസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് മനസ്സിലാക്കുകയും ആ ബ്രോൺസിനെ നല്ലതുപോലെ യൂട്ടിലൈസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു പീരീഡ് ആണെന്ത്? ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. You got it? ആ ഇൻഡസ് വാലി സിവിലൈസേഷൻ അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ എവിടെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹാപ്പൻ ചെയ്തത്? നടന്നത് എവിടെയാണ്? That's happened in the north western part of the country. Why it is called the Indus Valley civilization? Because the river Indus through the okay. അപ്പൊ ഇവിടെ റിവർ ആർ ഫോർ റിവർ ഇൻഡസ് ഒഴുകുന്നുണ്ട്. റിവർ ഇൻഡസ് ഒഴുകുന്ന ഈ പ്രദേശം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. I'm just using different color. അങ്ങനെ റിവർ ഇൻഡസിന് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രദേശങ്ങളിലായിട്ട് we can see what some of the very important cities are going to develop. അങ്ങനെ ഇന്ത്യയുടെ ഈ നോർത്ത് വെസ്റ്റ് റീജിയൻ, നോർത്ത് വെസ്റ്റ് ഇന്ത്യ, that is having nowadays the regions of പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള ഈ ഒരു പ്രദേശത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റി കൾച്ചർ വന്നു. And that's why we can call this Indus Valley civilization as the first urbanization in India. First urbanization in India. ഇന്ത്യയിലെ ആദ്യത്തെ urbanization സിറ്റി കൾച്ചർ ആണെന്ന് ഇൻഡസ് വാലി സിവിലൈസേഷൻ.
ബിഫോർ ദാറ്റ് ആദ്യത്തെ വില്ലേജുകൾ എവിടുന്ന, നിയോലിത്തിക്കിൽ നിന്നും. അപ്പൊ നിയോലിത്തിക്കിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്ന ഒന്നാണ് സിറ്റീസ്. ഗ്രാമങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് ട്രേഡും കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നവരാണ് സിറ്റീസ്. അപ്പൊ എങ്ങനെയാണ് സിറ്റികൾ ഉണ്ടാകുന്നത്? ഒറ്റയടിക്ക് ഉണ്ടാകുന്നതല്ല. ഗ്രാമങ്ങളിൽ നിന്നാണ് സിറ്റികൾ ഉണ്ടാകുന്നത്. വെൻ ദീസ് ഡിഫറെന്റ് ഗ്രാമങ്ങൾ കമ്മിങ് ടുഗദർ ആൻഡ് ദേ ആർ ഹാവിംഗ് ഇന്ററാക്ഷൻ, ദ കൊമേഴ്ഷ്യൽ ഇന്ററാക്ഷൻ, കൾച്ചറൽ ഇന്ററാക്ഷൻ, ദർ ഇസ് ഗോയിങ് ടു സെറ്റ് അപ്പ് ന്യൂ സിസ്റ്റം. ആ ന്യൂ സിസ്റ്റം ആണെന്ത്? സിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ഫസ്റ്റ് അർബനൈസേഷൻ ആയിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ വരികയും ചെയ്തു. സോ ദിസ് ഈസ് എ ബേസിക് ഐഡിയ. അങ്ങനെ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കുന്നത് എപ്പോ? അത് നടക്കുന്നത് ഏകദേശം ഒരു 3200 വർഷങ്ങൾക്ക് മുന്നെയാണ്. എന്ത് മുന്നേ? ബേസിക് മുന്നേ. ഇപ്പോ 2025 ആയിട്ടുണ്ട് അല്ലെ, 2025 ആണ്. അതിനർത്ഥം എന്താ? 0 മുതൽക്ക് 2025 വർഷങ്ങൾ കഴിഞ്ഞു. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഹിയർ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഇത് 0 ആണെന്ന് വിചാരിക്കാം. 0 മുതൽക്ക് 2025 വർഷങ്ങൾ കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വർഷത്തെ എന്ത് വിളിക്കുന്നത്? 2025 എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 2025 വർഷങ്ങളും ഇതിന്റെ മുന്നോടിയായിട്ട്, 0യുടെ മുന്നോടിയായിട്ട് 3200 വർഷങ്ങൾക്ക് മുന്നേയും സംഭവിച്ച ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ടോട്ടൽ പീരിയഡ് അറൌണ്ട് 5000 ഇയേഴ്സ് ആകും. നമ്മളിവിടെയുള്ളത് നമ്മളുടെ 2025 വർഷം ഇത്. അതിന് പുറമെ BC-യിലെ 3200 വർഷം. അപ്പൊ 2000 + 3000 5000 ഏകദേശമായി. 5200 വർഷങ്ങൾക്ക് മുന്നേ. അങ്ങനെ BC 3200 BC മുതൽക്ക് ഒരു 1750 BC വരെ, അത് പല റേഞ്ച് ഉണ്ട്. നമുക്ക് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ഒരു സമയത്ത് നമുക്ക് പറയാം. BC നോക്കിക്കേ, ഇവിടെ 3200, ഇവിടെ 3100, 3000, 2500, ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് കുറഞ്ഞ് 100, 50, 0 ആവും. പിന്നെ വീണ്ടും 50, 100 ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറി വരും AD. സോ ദിസ് ഈസ് BC ആൻഡ് ദിസ് ഈസ് CE. പണ്ട് BC AD എന്നാ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ഹിസ് ഡെത്ത് എന്നുള്ള രീതിയിൽ. ഇപ്പൊ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ട് ബിഫോർ കോമൺ എറ ആൻഡ് കോമൺ എറ എന്ന രൂപത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കോമൺ എറ. സോ 0 ആസ് എ ലാൻഡ്മാർക്ക് ബിറ്റ്വീൻ ദാറ്റ്. ഈ 0 എന്ന് പറയുന്നത് ഏകദേശം ദ പീരീഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അദ്ദേഹത്തിന്റെ പീരീഡ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് മുമ്പ് 3000 വർഷങ്ങൾക്ക് മുന്നേ, അദ്ദേഹത്തിന് ശേഷം ഇപ്പൊ 2000 വർഷമായി. അതായത് ജീസസ് ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തിന് ശേഷം ഇപ്പൊ 2025 വർഷമായിട്ടുണ്ട്, അല്ലെങ്കിൽ 2000 വർഷമായിട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നേ 3000 വർഷങ്ങൾക്ക് മുന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നടന്നത്. അപ്പൊ ക്രൈസ്റ്റിന്റെ 3000 വർഷങ്ങൾക്ക് മുന്നെയാണ് സിവിലൈസേഷൻ നടന്നത്. സോ ടോട്ടലി വി കൻ സി അറൌണ്ട് 5000 ഇയേഴ്സ്. ഇത്രയും ഓക്കെ ആണോ നിങ്ങൾക്ക്? ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റും എങ്ങനെയാണ് മെറ്റലേജിൽ നിന്നുള്ള പതിയുള്ള ഡെവലപ്മെന്റ്സ്, അതിൽ കോപ്പറിൽ നിന്ന് ബ്രോൺസിന്റെ ഒരു പീക്ക് യൂസേജിന്റെ പീരീഡിനെയാണ് നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ. അതിന്റെ പീരീഡും ഏകദേശം പറഞ്ഞു. ഇസ് ദാറ്റ് ക്ലിയർ? യെസ്, ഫൈൻ. ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. അതിന് മുന്നേ ഒരൊറ്റ പോയിന്റോടെ ഒന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്കേജ് കിട്ടും. ലിങ്കേജ് മനസ്സിലാക്കിയിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു? ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഗോട്ട് ഡീക്ലൈൻ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. കാരണം ഇത് ഡീക്ലൈൻ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ അടുത്ത ഒരു ഡ്രോയിങ്ങിലൂടെ നമ്മൾ പഠിക്കും. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് സിസ്റ്റം. അപ്പൊ നമ്മൾ സ്റ്റോൺ ഏജിൽ നിന്നും പതിയെ നിയോലിത്തിക്കിലൂടെ കയറി വന്ന് മെറ്റൽ ഏജ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ തന്നെ ബ്രോൺസ് ഏജിന്റെ സിവിലൈസേഷന്റെ ഒരു ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഒരു മിനിമം രീതിയിൽ ഇപ്പൊ പറഞ്ഞു വെച്ചു. ഇനി അത് ഡീക്ലൈൻ ചെയ്യുന്ന ഒരു ഫേസിലോട്ട് എത്തി. അടുത്ത വേദിക് ഏജ് ആണ് വരാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടോപ്പിക്സ് വരുന്നുണ്ട്. ദാറ്റ് വിൽ ബി ഡിസ്കസിങ് വെരി സൂൺ, നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്റ്റ് ഒരു ക്രോണോളജിക്കൽ മോഡൽ ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബേസിക് ഇൻഫർമേഷൻ കിട്ടും. ഈ ബേസിക് ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് പലപ്പോഴും സ്റ്റേറ്റ്മെന്റോ കോൺസെപ്റ്റ് ആയിട്ടുള്ള വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട്. ശേഷം ഞാൻ പറഞ്ഞതുപോലെ വിൽ ബി ഹാവ് എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ടുഡേ ഇറ്റ്സെൽഫ് അബൌട്ട് ദ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് നമ്മൾ ഇന്ന് വളരെ കൃത്യമായിട്ട് വീണ്ടും
പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് നമ്മുടെ ഈ ഒരു ഔട്ട്ലൈൻ ഡിസ്കഷൻ കഴിഞ്ഞാൽ വിൽ ബി ഡൂയിങ് ദ സെയിം. അപ്പൊ നമുക്ക് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് പെട്ടെന്ന് ഒന്ന് എഴുതിയെടുക്കും കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ പ്ലീസ് ഡു ഇറ്റ്.